കുട്ടികളെ കൊണ്ട് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു റെസിപ്പിയാണ് സ്വീറ്റ് പൊട്ടറ്റോ ബ്രൗണി. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ വെറുതെ മെനക്കേടായിരിക്കുമെന്ന്. പിന്നെ ഈ മധുരക്കിഴങ്ങിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് കാണുമ്പം എങ്ങനെയെങ്കിലും കുട്ടികളെ കഴിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അത് ആവി കയറ്റി വേവിച്ച് കൊടുത്തിട്ടോ ശർക്കര കൂട്ടി കൊടുത്തിട്ടോ എങ്ങനെ കൊടുത്തിട്ടോ ഇവർ കഴിക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബ്രൗണിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും എന്നെപ്പോലെ ബ്രൗണി ലവേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഇതിൽ സ്വീറ്റ് പൊട്ടേറ്റോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗസ് ചെയ്യാൻ തന്നെ പാടാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 മീഡിയം സൈസ് മധുരക്കിഴങ്ങ്, കൊക്കോ പൗഡർ 1/2 കപ്പ്, അതേപോലെ തന്നെ പീനട്ട് ബട്ടർ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ, ശർക്കരപ്പാനി 1/2 കപ്പ്, 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, അതേപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. കുട്ടികൾക്ക് കൊടുക്കാനുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ വാനില എസൻസിൻ്റെയും ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ അളവ് കുറച്ചാണ് ചേർത്തത്. ഒരു മുട്ട, പിന്നെ നട്ട്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ക്യാഷ്യൂ നട്ട്സോ ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം, ചെറുതായിട്ട് മുറിച്ചത്. അതുപോലെ തന്നെ ചോക്കോ ചിപ്സ്, അതും ഓപ്ഷണലാണ്. ഞാൻ ഈ നട്ട്സും ചോക്കോ ചിപ്സും ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്തത്. ഏത് രീതിയാണെങ്കിലും നമുക്കൊരു സ്മൂത്ത് ബാറ്റർ കിട്ടുന്നവരെ നമുക്കത് ബ്ലെൻഡ് ചെയ്യാം, സ്പൂൺ ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും. ബാറ്ററിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്കൊരു മുട്ട ചേർക്കാം. മുട്ട നിർബന്ധമില്ല, പകരം 2 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ പറയുന്ന ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്നിൽ നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചാലും മതി. ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ബാറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ബാറ്റർ ട്രെയിൽ ഒഴിച്ച ശേഷം മുകൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സ്, ബ്രോക്കൺ നട്ട്സോ അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് ഉപയോഗിക്കാം. നമുക്കിത് എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഓവനിലോ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയും ചെയ്ത് നോക്കി. ഏതാണെങ്കിലും ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം തുടങ്ങാം. ഓവനാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ്, എയർ ഫ്രയറിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്. എയർ ഫ്രയറിൽ സമയം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ടോപ്പിംഗ് ഭാഗം മുകൾ ഭാഗം കരിയാൻ സാധ്യതയുണ്ട്. ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ അത് കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് തണുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ രാവിലെ മധുരക്കിഴങ്ങ് പുഴുങ്ങി കൊടുത്തിട്ട് കഴിക്കാത്തയാളാണ് ഈ ഇരുന്ന് ബ്രൗണി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചർ കിട്ടും. ചോക്ലേറ്റ് ബ്രൗണി ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.